ഹായ്. ഞാനിപ്പം ഈ സമയത്തും ഈ അവസരത്തിൽ എളുപ്പം നിങ്ങളുടെ അടുക്കൽ വന്ന് എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. അമ്മച്ചിക്ക് തീരെ സുഖമില്ല, ഹോസ്പിറ്റലിലാണ്, ഓക്സിജൻ്റെ സഹായത്തോടെ അമ്മ ഇപ്പം മുമ്പോട്ട് പോകണമെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. നമ്മളായാലും ആരായാലും ഒരു 5 ദിവസം മതി നമ്മൾ എഴുന്നേക്കാതെ അങ്ങ് കിടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കി വശത്തെ സ്കിന്നൊക്കെ പൊട്ടാൻ തുടങ്ങും. പൊട്ടി വെള്ളമൊക്കെ വന്ന് മാംസമൊക്കെ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. ആ ഒരു ഭാഗം ഇങ്ങനെ പുറകുവശം മൊത്തത്തിൽ. അപ്പം നമ്മളിവിടെ ഹോസ്പിറ്റലിലാണെങ്കിൽ അങ്ങനെ പൊട്ടാതിരിക്കാനായിട്ടൊക്കെ എന്ത് ചെയ്യും, ഡോക്ടർമാർ ഓയിൽമെൻ്റ് എഴുതി തരും, അല്ലെ മറ്റെന്തെങ്കിലും ലോഷനോ ഒക്കെ തേച്ച് കൊടുക്കും. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഇതെല്ലാം പരീക്ഷിച്ച് നോക്കി. കൈക്കൊക്കെ ഇതുപോലെ ഇതുകൊണ്ടില്ലേ, ഇങ്ങനെ നീർക്കെട്ടും എല്ലാം ഇങ്ങനെ വരും. ഇന്നലെയൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുമായിരുന്നു നീര്. ഇപ്പം അത്രയും നീരൊന്നുമില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ പയ്യെ 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 ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാനായിട്ട് ഇങ്ങനെ കൊട്ടി കൊടുക്കും. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും കിടന്നു പോയാൽ സ്കിന്നിൻ്റെ കാര്യത്തിന് തീരുമാനം. അപ്പം അമ്മച്ചിക്കും ചെറിയ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ഒരുപാടായില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചി ICU തന്നെയായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് കൊണ്ടുവന്ന റൂമിലോട്ട്. പക്ഷെ ICUയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. എന്നാന്ന് ചോദിച്ചാൽ ICUയിലോട്ട് കയറ്റിയപ്പോൾ അമ്മച്ചിയുടെ സ്കിന്നിനൊന്നും യാതൊരു വക കുഴപ്പവും ഇല്ലായിരുന്നു. അതെന്ന് വെച്ചാൽ അമ്മ ഞങ്ങൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നിടം വരെ കിടന്നിട്ടില്ല. എത്ര പറ്റത്തില്ലെന്ന് പറഞ്ഞാലും ഞാനോ വിഷ്ണുക്കുട്ടനോ പുള്ളിയോ അമ്മേനെ എങ്ങനെയെങ്കിലും പിടിച്ച് ഞങ്ങൾ ഇച്ചിരിയുടെ എങ്കിലും നടത്തിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എക്സസൈസ് പോകണക്ക്. അപ്പം ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും. അപ്പം അങ്ങ് കിടന്നു പോകത്തില്ല. പക്ഷെ ഇവിടെ വന്ന് ഈ ICUയിൽ ഇത്രയും ദിവസം അങ്ങോട്ട് കിടന്നപ്പോഴത്തേനും അമ്മച്ചിക്ക് ഇങ്ങനെ കാലെല്ലാം നീർക്കെട്ടായി, കൈ നീർക്കെട്ടായി, അനക്കാൻ പോലും പറ്റത്തില്ല. നമുക്ക് പോലും എടുത്ത് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാൻ മേല. അമ്മ ഇവിടെ ഹോസ്പിറ്റലിൽ വരുമ്പം 17 കിലോയോളമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 4 പേരെടുത്ത് നീക്കിയാൽ അമ്മച്ചീനെ നീക്കാൻ പറ്റത്തില്ല. ആ മാതിരി നീര് കയറി നീർക്കെട്ടായി തിങ്ങി നിൽക്കുമായിരുന്നു. അപ്പം പല ഓയിൽമെൻറ്റുകളും പരീക്ഷിച്ചു. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു, മെഡിസിൻ അല്ലാതെ കൊടുക്കുന്നു. ഇതെല്ലാം കൊടുത്തിട്ടും അമ്മച്ചിയുടെ സ്കിന്നിൻ്റെ അവസ്ഥ വളരെ മോശമായി. ഞാനിപ്പോൾ ഒന്ന് കാലയിൽ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതുകൊണ്ടോ ഇങ്ങനെ ചുമന്ന്, ഇതുകൊണ്ടോ അതുപോലെ തന്നെ കാലിൻ്റെ ഉൾഭാഗത്തും ഈ നഖത്തിൻ്റെ ഇവിടെ എല്ലാം ഇങ്ങനെ ഇതുകൊണ്ടോ ഇവിടെ. അതുപോലെ തന്നെ ബാക്കി വശം ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നില്ല. ബാക്കി വശവും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമായി. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മച്ചിയുടെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വൈദ്യ ഫാമിലി തന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പൊള്ളലേറ്റാലും മുറിവുണ്ടായാലും ഇങ്ങനെയൊക്കെ ഇങ്ങനെ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിലും അമ്മച്ചി നിസ്സാരമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു എണ്ണയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ചെന്ന് ആ എണ്ണ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് തേച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയ്ക്ക് ഇത്രയും മാറ്റം വന്നത്. ആ എണ്ണ കൊണ്ടുവന്ന് ഉണ്ടാക്കി തേച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം ഇങ്ങനെ പൊങ്ങി കൂമ്പി നിൽക്കുമായിരുന്നു. ഇതുകൊണ്ടോ, ഇതിപ്പോഴങ്ങോട്ട് മാംസത്തേലോട് പറ്റിച്ചേർന്ന് ഇപ്പോൾ ഒരു വേദനയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുകൊണ്ടോ കറുത്ത് വന്നു. അതല്ല, ഇത് പൊട്ടാനാണെ ചുമന്ന് ഇങ്ങനെ തീർത്ത് വന്നിട്ട് പൊട്ടും. ഞങ്ങൾ ആ എണ്ണ കാച്ചി കൊണ്ടുവന്നിട്ട് 2 പ്രാവശ്യം ഇട്ടതേ ഉള്ളൂ. ഇത് പൊങ്ങി നിന്നതെല്ലാം ചൊങ്ങി താഴോട്ട് പോയി. ഇപ്പം ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ഇനി ബാക്ക് സൈഡിലുണ്ടായിരുന്നതും അതുപോലെ തന്നെ ചൊങ്ങി ശരീരത്തോട് ഒട്ടിപ്പോയി. ഇപ്പോൾ ഉണ്ട് അവിടെ പഴുപ്പോ വെള്ളം പരവോ ഒന്നുമില്ല. ആ എണ്ണ മറ്റൊന്നുമില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതുകൊണ്ടോ റെഡ് കളറിൽ ഞങ്ങൾ ഉണ്ടാക്കണമെന്ന്. ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, നല്ലെണ്ണ ഒരു 100 മില്ലിയോ നിങ്ങൾക്ക് എന്തോരമാണോ എണ്ണ ആവശ്യം അത്രയും എണ്ണ മേടിക്കുക. ഏറ്റവും നല്ലത് നല്ലെണ്ണയാകട്ടോ. അപ്പം നല്ലെണ്ണയെന്നും പറയും, എള്ളെണ്ണയെന്നും പറയും. ഇതിലേതെങ്കിലും നിങ്ങൾ മേടിക്കുക. വെളിച്ചെണ്ണ അത്ര ഫലവത്തല്ല, എന്നാലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നവരും ഉണ്ട്. എന്നാലും ഈ നല്ലെണ്ണയോ എള്ളെണ്ണയോ അങ്ങനെയുള്ളത് ഏതേലും ആയിരിക്കും ഏറ്റവും നല്ലത്. അതിങ്ങോട്ട് കൊണ്ട് ഒരു കുപ്പി മേടിക്കുക. അതായത് നിങ്ങൾക്ക് എന്തോരമാണോ എണ്ണയ്ക്ക് ആവശ്യം അത്രയും മില്ലി മേടിക്കുക. എണ്ണ മേടിച്ചിട്ട് നമ്മുടെ ഈ തേക്കിൻ്റെ തളിര് കൂമ്പുണ്ടല്ലോ, തേക്കല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അറിയത്തില്ലാത്തവരാരുമില്ല. അതിൻ്റെ തളിര് കൂമ്പ് കുറച്ച് ഞുള്ളിയെടുക്കുക. ആ കൂട്ടത്തിൽ തന്നെ ആര്യവേപ്പ്, ആ തേക്കലയുടെ എത്രയാണോ, തേക്കല ഇങ്ങനെ പിടി വാരി നോക്കണം, അത്രയും പിടി തന്നെ ആര്യവേപ്പിൻ്റെ ഇലയെടുക്കുക. അതുപോലെ തന്നെ ഒരു പിടി
തുളസി ഇലയും കൂടി എടുക്കുക. ഒരു പിടി ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേക്കല ഒരു പിടി, അപ്പം ആര്യവേപ്പിൻ്റെ ഇല ഒരു പിടി, തുളസി ഇല ഒരു പിടി. അതെല്ലാം ഞാൻ ഈ കണക്ക് പറയുന്നത് 100 മില്ലി എണ്ണയുടെ കണക്കാകട്ടോ പറയുന്നത്. ഇപ്പം 200 മില്ലി എണ്ണയാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ അത് 2 പിടിയാകും. ആ കൂട്ടത്തിൽ തന്നെ ചുമന്നുള്ളി ഇല്ലേ, ചെറിയ ഉള്ളി, ആ ചെറിയ ഉള്ളി പൊളിച്ച് കല്ലേ വെച്ചൊന്ന് ചതച്ചെടുക്കണം. ഒരു 2-3 കഷ്ണം എന്ന് വെച്ചാൽ എണ്ണയുടെ അനുസരിച്ച് ഈ നീളം പച്ചമഞ്ഞൾ കൂടി എടുക്കുക. അതും കല്ലേ വെച്ച് ചതച്ചെടുക്കുക. എണ്ണ ശരിക്കും തിളച്ച് കഴിയുമ്പോൾ ആദ്യമേ തന്നെ ഈ ഉള്ളിയും പച്ചമഞ്ഞളും കൂടെ ഇട്ട് നന്നായിട്ട് ഇത് മൂത്തൊരു റെഡ് കളർ വരുമ്പോഴേ നമ്മൾ ആര്യവേപ്പിൻ്റെ ഇലയും തുളസിയുടെ ഇലയും തേക്കിൻ്റെ ഇലയും കൂടെ ഇടാവുള്ളൂ. ഈ ഇല ഇട്ട് കഴിഞ്ഞ് ഇല നല്ല രീതിയിൽ മുരിഞ്ഞ് വരും. നമ്മൾ ഈ കറിവേപ്പിലയൊക്കെ കറിക്ക് കടുക് താളിക്കാൻ ഇട്ട് കഴിയുമ്പോൾ കറിവേപ്പില ഉണങ്ങി മുരിഞ്ഞ് വരികയല്ലേ എന്ന് പറഞ്ഞോണക്ക് ആ മുരിച്ചില്ല. ആ രീതിയിൽ ഇത് മുരിഞ്ഞു വന്നു കഴിയുമ്പോൾ വാങ്ങി വെക്കുക. ചൂടാറിക്കഴിഞ്ഞ് നല്ലൊരു പാത്രത്തിലോട്ട് അരിപ്പയിൽ അരിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഈ മുറിവുള്ളിടത്തും വേദനയുള്ളിടത്തും നീർക്കൊട്ടുള്ളിടത്തും ഇതുപോലെ ഇങ്ങനെ സ്കിന്നിങ്ങനെ കിടപ്പ് രോഗികൾ സ്കിന്നിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും ഏറ്റവും നല്ല മെഡിസിനാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇവിടെ വന്നിട്ട് എത്ര ഓയിൽമെൻ്റ് അമ്മച്ചിക്ക് മാറി മാറി പരീക്ഷിച്ചെന്നറിയാം. എന്നിട്ട് ഞങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 2-3 ദിവസത്തിനുള്ളിൽ അമ്മച്ചിയുടെ ആ മുറിവ് മുഴുവനും ഉണങ്ങിക്കിട്ടിയ ഒരു മരുന്നാണ്. അപ്പം ഇങ്ങനെ ആരെങ്കിലും കിടപ്പ് രോഗികളുണ്ട്, ഇങ്ങനെ സ്കിൻ പൊട്ടിയവരുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഇത് ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അമ്മച്ചീനെ കിടത്തിക്കൊണ്ട് തന്നെ പറഞ്ഞത് നിങ്ങൾക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് ഓർത്താ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ കിടപ്പ് രോഗികളില്ലേ പോലും നമ്മുടെ കൈ പൊള്ളിയാൽ പോലും ഇത് ഏറ്റവും നല്ല പാടുവരെ മാഞ്ഞു പോകും. ഏത് മുറിവിനും നല്ലതാണ്. നമ്മൾ അടുക്കളയിലൊക്കെ കറിക്കൊക്കെ അരിയുമ്പോഴൊക്കെ കൈ മുറിയല്ലേ, അപ്പോഴും ഇതെല്ലാം നല്ലതാണ്. നമ്മൾ ഒരുപാട് കാശ് കൊടുത്ത് പുറത്തുനിന്ന് എണ്ണയൊന്നും മേടിക്കണ്ട. എല്ലാവരും പറയും മുറിവെണ്ണ വളരെ നല്ലതാണ്. പക്ഷേ മുറിവെണ്ണ നല്ലതാ അല്ലെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിലെ കഴിഞ്ഞൊക്കെ എഫക്റ്റാണ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഈ എണ്ണയ്ക്ക്. ഇത്രയും കൂട്ട് മതി. അപ്പോൾ എല്ലാവരും ഇതൊരു ശകലം എണ്ണ വീട്ടിലുണ്ടാക്കി വെക്കണം നിർബന്ധമായിട്ടും, കുഞ്ഞുങ്ങളുള്ളിടത്തും ഒക്കെ. എന്നിട്ട് ഇത് നമ്മൾ ഓടിച്ചെന്നിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തൊട്ട് മുക്കി ഒന്നും മുറിവുള്ളിടത്ത് തേക്കരുത് കേട്ടോ. ഇതുകൊണ്ടോ ഞാനിതുപോലെ ഒരു പപ്പ് എടുത്ത് വെച്ചേക്കുക, കോഴിപ്പപ്പ്. അപ്പം ഇതിങ്ങനെയാണ്. ഇച്ചിരി കോഴിപ്പപ്പയിലോട്ട് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഊറ്റിയെടുത്തിട്ട് അതിൽ മുക്കിയിട്ട് ഇങ്ങനെ തൂത്ത് കൊടുക്കുക ചെയ്യുന്നത് അമ്മച്ചിക്ക്. ഈ മുറിവുള്ളിടത്തൊന്നും നമ്മുടെ കൈവളം ചെല്ലരുത് കേട്ടോ. കൈവളം ചെന്നാൽ ഏത് മെഡിസിൻ ഇട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പഴുക്കും. അപ്പം നമ്മളിങ്ങനെ ഒരു തൂവൽ കൊണ്ട് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ തൂത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നുവെച്ചിട്ട് എപ്പോഴും നമ്മൾ ആ ഭാഗം ഇനിയിപ്പോൾ ഒന്ന് അപ്പിയിട്ടു അല്ലെ യൂറിൻ പോയി എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമ്മൾ നനഞ്ഞ തുണിയിട്ട് എപ്പോഴും തൂക്കുകയും തുടയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. ഇട്ട് കഴിയുമ്പോൾ ആ സ്ഥലം മാത്രം. ഇപ്പം നമുക്ക് വൈപ്സ് കിട്ടാനുണ്ട്, അത് മേടിച്ച് തുടയ്ക്കുക. അതല്ലേ നമ്മുടെ വീട്ടിലെ നല്ല വൃത്തിയുള്ളൊരു തുണി ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് തുടച്ച് ആ ഭാഗമൊക്കെ അങ്ങ് കൊടുത്താൽ മതി കേട്ടോ. എന്നുവെച്ചിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായിട്ട് ഇങ്ങനെ പയ്യെ ഒന്ന് തട്ടി കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ എണ്ണ ഒരു ശകലം കാച്ചി വയ്ക്കാൻ മറക്കരുത് കേട്ടോ. വീട്ടിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പം എല്ലാവരുടെയും സംശയം കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പറ്റാത്ത വൈബയോ